ഇനി നമുക്ക് എക്സാമ്പിൾസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് ലിഗാൻസ്, യൂണിഡെൻഡേറ്റ് ലിഗാൻസ് ചാർജ് ഉള്ളതും ചാർജ് ഇല്ലാത്തതും എഴുതിയിട്ടുണ്ട്. ഡൈഡെൻഡേറ്റ് ലിഗാൻസ് നമുക്ക് സാധാരണ പറഞ്ഞ ചാർജ് ഉള്ളതും ചാർജ് ഇല്ലാത്തതും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എക്സാമ്പിൾസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾസ് ആദ്യം പോസിറ്റീവ് പാർട്ട് നെയിം ചെയ്യണം. ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം പോസിറ്റീവ് പാർട്ടാണ് നെയിം ചെയ്യുന്നത്. CrNH3 4 times Cl2Br കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരു കോംപ്ലക്സിന്റെ പോസിറ്റീവ് നെഗറ്റീവ് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ആദ്യം തരുന്നത് എപ്പോഴും പോസിറ്റീവ് പാർട്ടായിരിക്കും, രണ്ടാമത് തരുന്നതായിരിക്കും നെഗറ്റീവ് പാർട്ട് കേട്ടോ. പോസിറ്റീവ് പാർട്ടിന് മെറ്റൽ ക്രോമിയാണ്. ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവരുടെയൊക്കെ ചാർജ് എഴുതാട്ടെ. ഇയാളുടെ ചാർജ് 0, ഇയാളുടെ ചാർജ് -1, ഇയാളുടെ ചാർജ് -1. ഇവിടെ 2 മൈനസ് ചാർജ്, ഇവിടെ ഒരു മൈനസ് ചാർജ്, മൊത്തം 3 മൈനസ് ചാർജ്. അപ്പോൾ ക്രോമിയം +3 ചാർജ്. ക്രോമിയത്തിന് X എന്നിട്ട് കൊടുത്താൽ മതി. അത് മനക്കണക്ക് നോക്കിയാലും മതി, അല്ലെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ X + 0 + -1 ഉള്ള 2 പേര് -2 പ്ലസ് ഈ -1. പുറത്തുള്ളത് അകത്തുള്ളതൊക്കെ കൂടി കൂട്ടും, ചാർജ് കൂട്ടും. X +3. ഇയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. അപ്പം നമുക്ക് പേര് പറയാം ടെട്രാമീൻ. ടെട്ര എഴുതിയിട്ട് വേണം അമീൻ എഴുതാൻ കേട്ടോ. ഡൈക്ലോറിഡോ, സ്പേസ് വേണ്ട കേട്ടോ അവിടെ. ക്രോമിയം, സാധാ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റോമൻ ന്യൂമറൽസിൽ എഴുതും. പിന്നെ ഒരു സ്പേസ് കൊടുത്തിട്ട് ബ്രോമോ എഴുതും. പുറത്തുള്ള ആൾ അയോൺ എന്നേ പറയുള്ളൂ, വെറുതെ അയോൺ എന്നേ പറയുള്ളൂ. അടുത്ത എക്സാമ്പിള് CONH3 5 times SO4Br. SO4 ഈ കാർബണേറ്റോ പോലെ തന്നെ പേര് കേട്ടോ. അതിന്റെ പേര് യൂണിഡെൻഡേറ്റ് തന്നെയാണ്. അതിന്റെ പേര് സൾഫേറ്റോ. ചാർജ് -2 കേട്ടോ. അപ്പൊ അതാ ഇത് ഇവിടെ ആദ്യം പോസിറ്റീവ് പാർട്ട് പിന്നെ നെഗറ്റീവ് പാർട്ട്. ചാർജ് നോക്കാം. ഇയാളുടെ X, ഇയാളുടെ 0, ഇയാളുടെ -2. സൾഫേറ്റോക്ക് -2 -2 -1 കൂടുമ്പോൾ -3. അപ്പോൾ കൊബാൾട്ട് +3 കേട്ടോ. അപ്പോൾ പെൻറ്റാമീൻ ഡബിൾ M ആട്ടോ. സൾഫേറ്റോ, കൊബാൾട്ട് 3 ബ്രോമൈഡ്. ഇവിടെ സ്പേസ് ചെയ്യായിരുന്നു കേട്ടോ, അറിയാണ്ടിട്ട് പോയതാണ്. ടീച്ചർ പറ്റണ്ട. കൊബാൾട്ട് 3 ബ്രോമൈഡ്. കൊബാൾട്ട് 3 സ്പേസ് ഇടാം, ബ്രോമൈഡ്. റോമൻ ന്യൂമറൽസിന്റെ 3 എഴുതാം കേട്ടോ. മനസ്സിലാവില്ല. സ്പേസ് ഇട്ട് ബ്രോമൈഡ്. അടുത്ത എക്സാമ്പിൾ ഇപ്പൊ എപ്പോഴും പോസിറ്റീവ് പാർട്ട് ആയിരിക്കും മിക്കവാറും കോംപ്ലക്സുകളിൽ ആദ്യം തരാം കേട്ടോ. അടുത്തത് CrNH3 5 times CO3Cl. ഇതിലും അത് ആദ്യത്തെ പാർട്ട് പോസിറ്റീവ് പാർട്ട് കേട്ടോ. ചാർജ് ഇയാളുടെ കാർബണേറ്റോ -2, ഇയാളുടെ -1. ഇയാൾക്ക് +3 കേട്ടോ. അപ്പൊ പെൻറ്റാമീൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പെൻറ്റാമീൻ, കാർബണേറ്റോ, ക്രോമിയം. Cr എന്ന് വെച്ചാൽ ക്രോമിയം, ബ്രാക്കറ്റിൽ 3 ഓക്സിഡേഷൻ നമ്പർ റോമൻ ന്യൂമറൽസിൽ. പിന്നെ ക്ലോറൈഡ് 3 ആട്ടത് ക്ലോറൈഡ്. അടുത്ത എക്സാമ്പിള് ഒരു മിനിറ്റ്. NiCO4 times. NiCO4 times. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നല്ല, ഒറ്റ പാർട്ടേ ഉള്ളൂ കേട്ടോ. കാർബണൈൽ എന്ന് പറയുന്നത് ലിഗാൻഡ് ചാർജ് 0. അപ്പൊ ടെട്രാ നിക്കലിന്റെ ചാർജും അപ്പൊ 0 തന്നെ. ടെട്രാ കാർബണൈൽ, ആദ്യ ലിഗാൻഡിന്റെ പേരാ പറയും, നിക്കൽ ബ്രാക്കറ്റിൽ 0 കേട്ടോ. ടെട്രാ കാർബണൈൽ നിക്കൽ 0. ഇനി ഇപ്പൊക്കെ നമ്മൾ പറഞ്ഞത് ആദ്യം പോസിറ്റീവ് പാർട്ട് കോംപ്ലക്സ് ആയിട്ട് വന്നു. ഇനി ആദ്യം പോസിറ്റീവ് പാർട്ട് കോംപ്ലക്സ് അല്ലാണ്ട് വരും.
എക്സാമ്പിൾ K4 FeCN6 കണ്ടോ? ആദ്യം കിടക്കുന്ന പോസിറ്റീവ് പാർട്ട് കോംപ്ലക്സ് അല്ല, നെഗറ്റീവ് പാർട്ടാണ് കോംപ്ലക്സ് വരുന്നത്. എന്നാലും നമുക്ക് അയണിന്റെ ചാർജ് കണ്ടുപിടിക്കേണ്ടത് +1. ആൽക്കലി മെറ്റലൊക്കെ +1 ആട്ടോ. അയൺ X ഇത് -1. അപ്പൊ നോക്കിക്കോളൂ, +1 ഉള്ള 4 പേര്, അപ്പൊ +4 + X -1 ഉള്ള 6 പേര്, -6 = 0. X = -6 അങ്ങോട്ട് പോകുമ്പോൾ +6 +4 അങ്ങോട്ട് പോകുമ്പോൾ -4 +2. അപ്പൊ ഇനി നമുക്ക് പൊട്ടാസ്യം, പുറത്തുള്ള ആളുടെ നമ്പർ എഴുതരുത് കേട്ടോ. നേരത്തെ ക്ലോറൈഡ് ബ്രോമൈഡ് ഒന്നും വന്നിട്ട് നമ്പർ എഴുതിയില്ലല്ലോ. പൊട്ടാസ്യം ഇവിടെ ലിഗാൻഡ് ആദ്യം പറയാം, സ്പേസ് ഇട്ടിട്ട് ഹെക്സാസയനിഡോ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, അയൺ എന്ന് പറയരുത്. മെറ്റൽ നിൽക്കുന്ന ഭാഗം നെഗറ്റീവ് ഭാഗത്താണ് വരുന്നത്. ഇത് പോസിറ്റീവ് ഭാഗം, അപ്പോൾ ഇത് നെഗറ്റീവ് ഭാഗം. മെറ്റൽ നിൽക്കുന്ന ഭാഗം നെഗറ്റീവ് ഭാഗം വരണമെങ്കിൽ അതിന്റെ പേരിന്റെ കൂടെ 8 ചേർക്കണം. അപ്പൊ അയൺ 8 എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ Fe നമ്മൾ അതിന്റെ ലാറ്റിൻ നെയിമാണ് എടുക്കുക. അപ്പൊ അതിന്റെ കൂടെ ചേർക്കുമ്പോൾ ഫെറേറ്റ്, നമ്മൾ ഫെറസ് ഫെറിക്കൊക്കെ പറയില്ല അതുപോലെ. അപ്പൊ ഹെക്സാസയനൈഡോ ഫെറേറ്റ്, അതിന്റെ ബ്രാക്കറ്റിൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ആണ്, അതിനെ കൊടുക്കുക. അത് അങ്ങനെ വ്യത്യാസം വരുന്ന ആൾ പിന്നെ കോപ്പർ ആണ്, കുപ്രേറ്റ്. അപ്പൊ നെഗറ്റീവ് പാർട്ടിൽ കോപ്പർ വന്ന കുപ്രേറ്റ്, അയൺ വന്ന ഫെറേറ്റ്, സിൽവർ വന്നു കഴിഞ്ഞാൽ അർജന്റേറ്റ്, സിൽവർ വന്ന അർജന്റേറ്റ്, ഗോൾഡ് വന്ന ഓറേറ്റ്. കുറച്ച് പേർക്ക് ലാറ്റിൻ നെയിം, ബാക്കി കൊബാൾട്ട് ഒക്കെ വന്ന സാധാരണ പോലെ കൊബാൾട്ടേറ്റ്, ക്രോമിയം വന്ന ക്രോമേറ്റ്, പ്ലാറ്റിനം വന്ന പ്ലാറ്റിനേറ്റ്, നിക്കൽ വന്ന നിക്കലേറ്റ്. അവർക്കൊന്നും വ്യത്യാസമില്ല, വ്യത്യാസമുള്ളവർ ഇവരൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ ആദ്യം ഇങ്ങനെയാണ് പേര് പറയാ. അപ്പൊ പുറത്ത് പോസിറ്റീവ്. പിന്നെ ഒരു എക്സാമ്പിള് K3 FeC2O4 thrice. ഇവിടെയും പൊട്ടാസ്യം പോസിറ്റീവ് പാർട്ട് ആദ്യം വന്നു, ഇയാളുടെ ഓക്സിഡേഷൻ നമ്പർ +1, ഇയാളുടെ X C2O4ന്റെ ചാർജ് -2. +1 ഉള്ള 3 പേര്, അപ്പൊ +3 പ്ലസ് അയണിന്റെ X പ്ലസ് -2 ഉള്ള 3 പേര്, -6 = 0. X = -6 അങ്ങോട്ട് പോകുമ്പോൾ +6 +3 അങ്ങോട്ട് പോകുമ്പോൾ -3 +3. അപ്പൊ നോക്കൂ പേര് പൊട്ടാസ്യം ഈ ഭാഗത്തല്ലേ മെറ്റൽ, അപ്പൊ ഫെറേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ട്രൈഓക്സലേറ്റോ ഫെറേറ്റ്, ബ്രാക്കറ്റിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ റോമൻ ന്യൂമറൽസിൽ എഴുതുക 3 എന്ന് പറഞ്ഞിട്ട്. ഇനി En എന്ന് പറയുന്ന ലിഗാൻഡ് വരുമ്പോൾ എങ്ങനെയാ നമ്മൾ നെയിം ചെയ്യാം? En എന്ന് പറയുന്ന ലിഗാൻഡ് വരുമ്പോൾ അതിന്റെ നമ്പർ, അതിന്റെ പേര് നമ്മൾ എന്താ പറയാ, ബിസ് ട്രിസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. എക്സാമ്പിൾ ടീച്ചർ CO Cl2 En twice Cl. ഇത് പോസിറ്റീവ് പാർട്ട്, ഇത് നെഗറ്റീവ് പാർട്ട് കേട്ടോ. അപ്പൊ ചാർജ് നോക്കാം. കൊബാൾട്ട് X, ക്ലോറിൻ -1, En ചാർജ് ഇല്ല, ഇയാൾക്ക് -1. അപ്പൊ X -1 ഉള്ള ഇവിടെ 2 പേരിന്റെ ഇവിടെ ഒരാളുണ്ട്, അപ്പൊ -3. Enന്റെ ചാർജ് 0, അയ്യോ -3 ആട്ടോ. X = -3 അങ്ങ് പോകുമ്പോൾ +3. അപ്പൊ ഇത് ഡൈക്ലോറിഡോ ബിസ്, ഡൈ എന്ന് പറയില്ല, ബിസ്, ഈഥെയ്ൻ 1,2-ഡയമീൻ, ഈഥെയ്ൻ 1,2-ഡയമീൻ. അത് അത്രയും വലിയ പേരായ കാരണം അതൊന്ന് സാധാ ബ്രാക്കറ്റ് കൊടുക്കാം. ബിസ് ഈഥെയ്ൻ 1,2-ഡയമീൻ, ഡൈക്ലോറിഡോ ബിസ് ഈഥെയ്ൻ 1,2-ഡയമീൻ ക്ലോറൈഡ്, സ്പേസ് ഇതൊക്കെയിട്ട്, അല്ല സോറി മെറ്റലിന്റെ പേര് കൊബാൾട്ട് എഴുതണം. കൊബാൾട്ട് ബ്രാക്കറ്റിൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാം 3. ഇനി ക്ലോറൈഡ്, സ്പേസ് വിട്ടിട്ട് ക്ലോറൈഡ് കേട്ടോ. അപ്പോൾ En വന്നു കഴിഞ്ഞാൽ ഈഥെയ്ൻ 1,2-ഡയമീൻ, അത് നമ്മൾ ആ ബിസ് ട്രിസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. അപ്പൊ ബിസ് കഴിഞ്ഞിട്ട് ഒരു വലിയ പേരായ കാരണം അതിങ്ങനെ ബ്രാക്കറ്റിൽ കൊടുക്കാം കേട്ടോ. പിന്നെ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വരാൻ വഴിയില്ല. വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. PtNH3 twice Cl NO2. അപ്പോൾ ഈ NO2 എന്ന് പറയുന്ന ലിഗാൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. NO2 എന്ന് പറയുന്നത് NO2 ഇങ്ങനെയായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ പേര് നൈട്രിറ്റോ N. ONO എന്ന് പറഞ്ഞു വരുന്നത് അയാളുടെ പേര് നൈട്രിറ്റോ O. ഇത് നൈട്രിറ്റോ N, ഇത് നൈട്രിറ്റോ O. ഒരു ചാർജ് -1 കേട്ടോ. ഇത് ആംബിഡന്റേറ്റ് ലിഗാൻഡാണ്. നൈട്രജൻ ഉപയോഗിച്ച് ബോണ്ട് ചെയ്യാം, ഓക്സിജൻ ഉപയോഗിച്ച്. ഇതില് നൈട്രജൻ ഉപയോഗിച്ച് ബോണ്ട് ചെയ്യില്ല. ഓക്സിജൻ ആണെങ്കിൽ ONO എന്ന് പറഞ്ഞു വരിക കേട്ടോ.
മൊത്തം ഒറ്റ ഭാഗമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്ലാറ്റിനം എക്സ്, ഇയാളുടെ ചാർജ് 0 -1 -1. അപ്പോൾ എക്സ് പ്ലസ് 0 -2 ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു +2. അപ്പോൾ നോക്കിക്കോളൂ. ഡൈ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിക്കോട്ടെ കേട്ടോ. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിക്കോട്ടെ. ഡയമീൻ ക്ലോറിഡോ, മോണോന്ന് ഉപയോഗിക്കണ്ട. നൈട്രിറ്റോ എൻ. അപ്പൊ എൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒരു ഹൈഫൺ കൊടുത്തോളൂ കേട്ടോ. പ്ലാറ്റിനം 2. ഓക്കെ. അത്യാവശ്യം എക്സാമ്പിൾസ് ടീച്ചർ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഞാൻ കുറച്ചൊന്നും കഴിച്ചു.